ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചായിട്ട് ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലേ. പല ബ്രാൻഡ്സിൻ്റെ പല മോഡൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ബിഗോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ കൊച്ചിയിൽ ബിഗോസിൻ്റെ ഷോറൂമിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വെഹിക്കിൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 135 ആണ് സർട്ടിഫൈഡ്, ARAI സർട്ടിഫൈഡ് ആയിട്ട് റേഞ്ച് കിട്ടുന്ന ഒരു മോഡൽ. ഇപ്പോൾ ബിഗോസ് എന്ന് കേട്ടില്ലെങ്കിലും നമ്മൾ RR ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ടീമിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഇന്നോവേഷനാണ് ഈ ഒരു ബിഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ റിവ്യൂവിന് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീസി ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇടപ്പള്ളി ഷോറൂമിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ ഓൾ കേരള ഡീലർഷിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പാലക്കാട്, മലപ്പുറം, കാലിക്കറ്റ്, പത്തനംതിട്ട, കൊച്ചി, ട്രിവാൻഡ്രം എന്നുള്ള മെയിൻ ജില്ലകളിലേക്കെല്ലാം ആയിട്ടുണ്ട്. ഒരുപാട് ജില്ലയിലേക്കൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഇവർക്കിപ്പോൾ മെയിൻ ആയിട്ടുള്ളത് 2 മോഡൽസാണ്. ഒന്ന് പറയുന്നത് ഈ ഒരു C12 iMax എന്ന് പറഞ്ഞിട്ടുള്ള 135 കമ്പനി പറയുന്ന റേഞ്ച് ഉള്ളത്, അതായത് ഒരു 2 റേഞ്ച് ഒരു ആവറേജ് ഒരു 120 ഒക്കെയാണ് കിട്ടുന്നത്. ഇത് കൂടാതെ ഒരു ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും C12 iEX എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അതൊരു 85 ഒക്കെയാണ് ARAI സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച്. 72-75 ഒക്കെയാണ് ഒരു 2 റേഞ്ചിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 മോഡൽസാണുള്ളത്. ഒരു 7 കളർ ഓപ്ഷൻസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മോഡൽസിലെല്ലാം തന്നെ ഉള്ളൊരു ഞാൻ കണ്ടൊരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവൽ ബാറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 27 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉള്ളൊരു ചെറിയൊരു ബൂട്ട് സ്പേസ് ഉണ്ട്, ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വെക്കാം. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ബാറ്ററി സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ഇവരിത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഒരു സിംഗിൾ ബാറ്ററിയാണ്, 3.2 kWh ബാറ്ററി പാക്കാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 hours കൊണ്ട് 80%, 6 hours കൊണ്ട് 100% ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 100% ഫുൾ ചാർജിൽ ഇപ്പം നമ്മുടെ വീടുകളിൽ ചാർജ് ചെയ്യാൻ ഇടുവാണെങ്കിൽ ഇപ്പം നമുക്കാവുന്ന കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 യൂണിറ്റ് ആണ് ടോട്ടലി ആവുന്നത്. അപ്പോൾ ഏകദേശം ഒരു 18 രൂപയോളമാണ് ഫുൾ ചാർജ് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള റേറ്റ് ആവുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ IP67 റേറ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അതുപോലെ മോട്ടറും IP67 ആണ്. 21700 ലിഥിയം അയൺ സെൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ ഒരു വെഹിക്കിളിൻ്റെ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ. അതായത് ഈ ഒരു വെഹിക്കിളിൻ്റെ വെയിറ്റ് വരുന്നത് 110 കിലോ ആണ്. പിന്നെ ഈ ഒരു വെഹിക്കിളിൽ ഒരു 20+ ഫീച്ചേഴ്സ് ബാറ്ററി സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ സൈഡിലായിട്ടൊരു കൂളിംഗ് ഫാന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹീറ്റ് സെൻസർ, സെൽ മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ബാറ്ററി സേഫ്റ്റി സൈഡിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു ബ്രാൻഡ്. ഈ ഒരു C12 iMaxൽ വരുന്ന മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹബ് മോട്ടറാണ് കേട്ടോ. 120 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹബ് മോട്ടറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു കവറിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സസ്പെൻഷൻ സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ 4 വേയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സസ്പെൻഷൻ സൈഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി നമുക്ക് ക്ലസ്റ്റർ സൈഡ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ മെയിൻ സ്റ്റാൻഡ് അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്കൂട്ടറെ സംബന്ധിച്ച് മെയിൻ സ്റ്റാൻഡ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. വളരെ റെയർ ആയിട്ടുള്ള സ്കൂട്ടേഴ്സിന് മാത്രമേ ഉള്ളൂ മെയിൻ സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതെന്തായാലും ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൈഡ് സ്റ്റാൻഡ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കീ ഓൺ ചെയ്തു. 2 മോഡ്സാണ് ഈ ഒരു വെഹിക്കിളുള്ളത് കേട്ടോ. ഒന്ന് സ്പോർട്സ്, ഒന്ന് എക്കോ. മോഡ്സ് മാറുന്ന സ്വിച്ചസ് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാം. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ, ഡിമ്മർ ബ്രൈറ്റ് ഓപ്ഷൻസ്, ഹോൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചേഞ്ച് ചെയ്ത്, അതായത് ഓഡോമീറ്റർ ഓഡോ 1ഉം 2ഉം മാറ്റുന്നത് ഇത് ഇവിടെ ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു ഡിസ്പ്ലേ അതുപോലെ ഹോൺ, ലൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലറി ബാറ്ററി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്സിലറി ബാറ്ററി ഈ ഒരു റേസൈഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ത്രൂ ആണ് ഇങ്ങോട്ടേക്കുള്ള കറണ്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സൈഡിനെ പറ്റി പറയാനുള്ളത്. സോ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഇനി ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറോൾ 7 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് തോന്നിയത് ഈ ഒരു ഡാർക്ക് ഗ്രീനാണ്. അതുകൊണ്ട് ഇതാണ് നമ്മൾ റിവ്യൂവിന് എടുത്തത്. കുറച്ചുകൂടി ഒരു പ്രീമിയം ഫിനിഷിൽ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്രോം ഇൻസേഷനും ഈ ഒരു കളറും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ച് രസമായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ LED ലൈറ്റ്സ്, ഇപ്പോൾ ഈ ചുറ്റിനും ഒരു LED DRLs പോലെ നമുക്കിവിടെ കാണാം. അതുപോലെ ഡിമ്മർ റൈറ്റ് ഓപ്ഷൻസ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ജസ്റ്റ് ഓൺ ചെയ്തൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനൊരു ഓപ്ഷനിലാണ് എന്തായാലും നമുക്ക് ഈ ഒരു ലൈറ്റ്സ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ ഒരു LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓവറോൾ ബോഡി ക്വാളിറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 108 കിലോ ആണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഓവറോൾ വെയിറ്റ് കാര്യങ്ങൾ വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും സസ്പെൻഷൻ സൈഡ് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. നമുക്ക് നോർമൽ ഡ്രം ബ്രേക്കാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല, നോർമൽ ഒരു ഡ്രം ബ്രേക്കാണ്. ബ്രേക്കിംഗ് ഇപ്പോൾ റൈഡ് ചെയ്തപ്പോഴത്തേക്കാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തോന്നി. പിന്നെ ട്യൂബ്ലെസ് സ്റ്റെയർസ് ആണ് കാണുന്നത്. അതേപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു യൂട്ടിലിറ്റി സ്പേസ്, അതായത് ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് പേഴ്സോ അല്ലെങ്കിൽ മൊബൈലൊക്കെ വെക്കാൻ വേണ്ടി കുറച്ചൊരു സ്പേസ് ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് ഓപ്ഷൻസൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു
ഫൂട്ടിൻ്റെ ഇവിടെ ഇപ്പോൾ നമുക്കിവിടെ കീ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇപ്പം റെയിൻ കവേഴ്സ് പോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു യൂട്ടിലിറ്റി സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്പേസ് എന്തായാലും ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പില്ലിയൻ ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതൊക്കെ നീറ്റായിട്ട് തന്നെ ഓവറോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റേസറിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു LED ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഓവറോൾ ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിൽ കാണാൻ സാധിക്കുന്നത്. അതും റിയർ ടെയിലൈറ്റൊക്കെ വളരെ ചെറിയൊരു ടെയിലൈറ്റാണ്, കാണാത്തൊരു ഡിസൈനിലാണ് ഇവരിത് എന്തായാലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2020 മുതലാണ് ശരിക്കും ഈ ഒരു ബിഗോസിൻ്റെ വെഹിക്കിൾസൊക്കെ നമ്മുടെ കേരളത്തിൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രൈസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. പ്രൈസിങ് വരുന്നത് ഈ ഒരു ടോപ്പ് മോഡലിന് വരുമ്പോഴത്തേക്കും 1,26,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ഞാൻ ഓൺ റോഡ് പ്രൈസ് പറയുന്നില്ല, കാരണം ഡിസംബർ മാസം നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നമ്പർ പ്രൊവൈഡ് ചെയ്തേക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബേസ് മോഡൽ ഉണ്ടല്ലോ, EX എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ, അത് വരുമ്പോഴത്തേക്കും എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് വെച്ചാൽ 99,999 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. വാറണ്ടി സൈഡ് നോക്കുമ്പോഴത്തേക്കും 3 വർഷമോ 36,000 കിലോമീറ്ററോ ആണ് സ്റ്റാൻഡേർഡ് വാറണ്ടി കിട്ടുന്നത്. നമുക്കിപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടിയിൽ ഒരു 5 വർഷമോ അല്ലെങ്കിൽ ഒരു 50,000 കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയിൽ എടുക്കാനും ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ സർവീസ് ഇൻ്റർവെൽ നോക്കുമ്പോഴത്തേക്കും ഒരു 7,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 260 ദിവസമാണ് ഒരു സർവീസ് ഇൻ്റർവെൽ കാര്യങ്ങളൊക്കെ പറയണേ. അപ്പോൾ എന്നാലും ഇലക്ട്രിക് സ്കൂട്ടറിനെ സംബന്ധിച്ച് അറിയാമല്ലോ, ഏറ്റവും ലോ മെയിൻ്റനൻസ് കോസ്റ്റും അല്ലെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാനുള്ള ചിലവ് വളരെ കുറവാണ്. അഫോർഡബിളായിട്ട് റേറ്റിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മോഡൽസാണ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, നമുക്ക് ഇപ്പോൾ ഓയിൽ ചേഞ്ചോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് റെഗുലർ ചെക്കപ്പ് മാത്രം, ബ്രേക്ക് പാഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റേണ്ട അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സ്പെൻഡ് ആവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ബിഗോസ് C112 iMAXൻ്റെ കുറേ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തു. അപ്പം എനിക്ക് റൈഡ് ചെയ്തിട്ട് കാര്യങ്ങളോട് ഒന്ന് ഞാൻ ഓൾറെഡി റിവ്യൂവിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ കംഫർട്ടബിൾ ആണ്. കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് നമ്മുടെ ബിഗോസിൻ്റെ ഈ ഒരു മോഡൽസ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.